ചില കാര്യങ്ങൾ ആരോഗ്യമുള്ള ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ളാത്ത കാര്യങ്ങളായിരിക്കും. ചില വിഷയങ്ങൾ പലരുടെയും സ്വകാര്യമായ വലിയ വെല്ലുവിളിയായിരിക്കും. അതിൽ പെട്ടതാണ് ഗ്യാസ് പ്രശ്നമുള്ള ആളുകൾ. അവർക്ക് വുളുവെടുത്ത് അവർ മുസല്ലയിലേക്ക് എത്തുമ്പോഴേക്ക് വുളു നഷ്ടപ്പെടുന്ന അവസ്ഥ. പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾ വലിയ വിഷമം പറയാറുണ്ട്. അത്തരം ആളുകൾ ചോദിക്കാറുണ്ട്, എനിക്ക് തയമ്മും ചെയ്യാൻ പറ്റുമോ, നിസ്കാരം ജമ്മാക്കാൻ പറ്റുമോ, വുളു പെട്ടെന്ന് നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട് എന്ന് പറയാറുണ്ട്. അത്തരം ആളുകൾക്ക്, പ്രത്യേകിച്ച് രോഗികളും വൃദ്ധരുമായ ആളുകൾ, അവരുടെ വിഷയത്തിൽ ഈ ഇസ്ലാമിൻ്റെ നിലപാട് ഏത് രൂപത്തിലാണ്? സമാനമായ വിഷയമാണ് ഈ സിൽസിൽ ബൗൽ എന്ന് പറയുന്നത്. മൂത്രവാർച്ച ഉള്ള ആൾ, പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ആളുകൾ പ്രയാസപ്പെടും. പ്രത്യേകിച്ച് ഇത് ചർച്ച വരുന്നതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നേർക്ക് നേരെ വുളുവിനെ ബാധിക്കുന്നു എന്നതുകൊണ്ടാണ്. അപ്പോൾ സിൽസിൽ ബൗലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മൂത്രവാർച്ച ഉള്ള ആളാണ്. അയാൾക്ക് ഏത് സമയത്തും മൂത്രം ഇങ്ങനെ ഇറ്റ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം. അങ്ങനെ വരുമ്പോൾ അയാൾക്ക് പറഞ്ഞൊരു നിർദ്ദേശം അങ്ങനെ ഉണ്ട്. അയാൾ ആ സമയമാകുമ്പോൾ ഒളിവെടുത്ത്, വഖത്തിൻ്റെ സമയത്ത് ഒളിവെടുത്ത് എന്ത് ചെയ്യുക, നിസ്കാരം നിർവഹിക്കുക. അത് കഴിയുമ്പോൾ തന്നെ അത് നഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ ഇനി ഒളിവെടുത്താൽ മാത്രമല്ല, തയമ്മം എടുത്താലും ഈ വിഷയം തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ ഒരാൾ തയമ്മം എടുക്കാൻ നിൽക്കുക, തയമ്മം എടുത്താലും ഈ വിഷയമുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ശരിയായ രൂപം എന്ന് പറയുന്നത്, ഏറ്റവും സമയത്തിൽ അയാൾ സമയമാകുന്ന സന്ദർഭത്തിൽ, അഥവാ നിസ്കാരത്തിൻ്റെ സമയം നിസ്കരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒളിവെടുക്കുക, നിസ്കരിക്കുക. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി അതിൽ അയാൾ അങ്ങേയറ്റത്തെത്തിയെന്ന് വെച്ചോളി. ഇപ്പോൾ സാധാരണഗതിയിലുള്ളൊരു ഗ്യാസ് ട്രബിൾ അല്ല, അതുകൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളാന്ന് വെച്ചോളി. ഒരു സെക്കൻഡ് പോലും, ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ പോലും അയാൾക്ക് നിൽക്കാൻ പറ്റില്ല എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം നൽകപ്പെട്ട റുഖ്സയാണ് ഒളിവെടുക്കുക, നിസ്കരിക്കുക. ബാക്കി അള്ളാഹുവിലേക്കാണ് വിടേണ്ടത്. കാരണം അത് അയാളുടെ, കാരണം ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ അയാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാണത്. ഏതുപോലെ ഇപ്പം ഒരു സ്ഥലത്തൊരാൾ ഒറ്റപ്പെട്ടു, അയാൾക്ക് വസ്ത്രമൊന്നുമില്ല, ഒരിയാനാണ്, എന്നുവെച്ചാൽ പൂർണ്ണ നഗ്നനാണ്, വസ്ത്രം കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല. അങ്ങനെയെങ്കിൽ അയാളെ നിസ്കാരം എങ്ങനെയാണ്? നഗ്നനായിക്കൊണ്ട് തന്നെയാണ് നിസ്കരിക്കേണ്ടത്. ആ സമയത്ത് അയാൾ നിസ്കരിക്കുക എന്നതാണ് അതിൻ്റെ നിയമം. എന്ന് പറഞ്ഞതുപോലെ ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ അവരുടെ തോത് അത് വൈയക്തികമായിരിക്കും, ഓരോ വ്യക്തികളുമായി ബന്ധപ്പെട്ടതായിരിക്കും. അവരുടെ രോഗത്തിൻ്റെ തോതനുസരിച്ചാണ് അയാൾ എന്ത് ചെയ്യേണ്ടത്, അതിനോട് പ്രതികരിക്കേണ്ടത്. അപ്പം കുറച്ചൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ആളാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, നിസ്കാരത്തിൻ്റെ സമയത്ത് ഒളിവെടുത്ത് നിസ്കരിക്കുക എന്നതാണ്. അല്ല, ഒട്ടും കഴിയാത്ത ആളാണെങ്കിൽ നിസ്കാരത്തിൻ്റെ പൂർണ്ണത ചെയ്യുന്ന രൂപത്തിലെല്ലാം ചെയ്യുക, ബാക്കി അള്ളാഹുവിലേക്ക് വിടുക. അതാണ് അതിൻ്റെ ഇസ്ലാമികമായ രൂപം. അതിൻ്റെ മറ്റൊരു വിഷയമാണ് കിടപ്പിലായ രോഗികൾ. അവർക്ക് മൂത്രത്തിന് ട്യൂബിട്ടുണ്ടാവും, അത് വേർപ്പെടുത്താൻ പറ്റാത്ത സാഹചര്യമാണ്. എന്നാൽ അവർക്ക് ബോധമുണ്ട്, നിസ്കരിക്കണം എന്ന ചിന്തയുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അവരെന്താ ചെയ്യുക? അതേപോലെ ഡയപ്പറൊക്കെ ഇട്ട് കിടക്കുന്ന ആ ടൈപ്പ് ആളുകൾ, അത് രണ്ടും രണ്ടാണ്. അതായത് ഇപ്പം ട്യൂബ് ഇട്ട ആളാണെങ്കിൽ ട്യൂബ് എപ്പോഴും നീക്കുക എന്നത് ഒരിക്കലും ചെയ്യാൻ പറ്റിയ പണിയല്ല. ഇനി ട്യൂബ് മാറ്റിയിട്ടില്ല, അതിലെ മൂത്രം ഒഴിവാക്കി എന്ന് പറഞ്ഞാലും അത് നജസുണ്ട്, അയാളുമായി ബന്ധപ്പെട്ട നജസാണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം വിഷയങ്ങളിൽ ബന്ധപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അങ്ങനെ തന്നെ നിസ്കരിക്കാൻ വേണ്ടത്. സമയമായാൽ അയാൾ നിസ്കരിക്കാം. അത് നേരത്തെ പറഞ്ഞ പോലെ അത് അതുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഈ പിന്നെ ഇപ്പം എന്താ പറഞ്ഞ ഡയപ്രോ അല്ലേ, അപ്പോൾ അത് കെട്ടിയിട്ട് ഇരിക്കുന്ന ആൾ അങ്ങനല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കത് അഴിച്ചു വൃത്തിയാക്കാം. സ്വാഭാവികമായിട്ടൊരു വഖത്തിൻ്റെ സമയം, കാരണം അവർക്ക് ജംഅ് അനുവദിക്കപ്പെട്ട ഘട്ടം കൂടിയാണത്. അത്തരം രോഗികൾക്ക് ജംഅ് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അതിൽ ചേർത്ത് പറയേണ്ട ഒരു വാക്കാണത്. എന്ത്, ഈ നിസ്കാരത്തിൽ ഓരോ വഖത്തിനും അവരിങ്ങനെ കഷ്ടപ്പെടേണ്ടതില്ല. അതിനവർക്ക് ജംഅ് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ജംഅ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആളുകളൊക്കെ ധരിച്ചു വെച്ചൊരു സംഗതി കൂടിയാണ് ചേർത്ത് പറയേണ്ടതുണ്ട്. അതെന്താ വെച്ചാൽ നിസ്കാരം, രണ്ട് നിസ്കാരങ്ങൾ ജംഅ് ചെയ്ത് നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിൽ ഓടി വരുന്നത് അതൊരു വിശാലമായ യാത്രയിൽ നിശ്ചയിക്കപ്പെട്ട
ഒരു സംഗതിയാണെന്നാണ്. യഥാർത്ഥത്തിലല്ല, അതുണ്ട് എന്നത് മാത്രമാണ്. അവിടെ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫിഅൽ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 നിസ്കാരങ്ങൾ ഒന്നാക്കി നിസ്കരിച്ച പല ഘട്ടങ്ങളുമുണ്ട്. അത് ചിലപ്പോൾ യാത്രയിലാവാം, ചിലപ്പോൾ ഭയമുള്ള സന്ദർഭത്തിലാവാം, ചിലപ്പോൾ ശക്തമായ മഴയുള്ളപ്പോഴാവാം. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനത്തെ ഒരു കാര്യം തന്നെ ആളുകൾ ചിന്തിക്കൂല അല്ലേ? ഈ അടുത്ത കാലത്ത് കൊറോണ വന്നപ്പോഴാണ് സ്വല്ലൂ ഫി റിഹാലിക്കും എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിന്റെ കാലത്തൊക്കെ ശക്തമായ കാറ്റും കോളും ആളുകൾക്ക് ജമാഅത്തിന് വരാൻ പറ്റാത്ത സൗകര്യം ഉണ്ടായപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്? സ്വല്ലൂ ഫി റിഹാലിക്കും എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പം ശരിക്കും നമ്മുടെ നാട്ടിൽ അങ്ങനെ വിളിച്ചു പറയാൻ പറ്റൂല, 6 മാസം മഴയാണ് ആയിക്കോട്ടെ. പക്ഷെ ഏറ്റവും ശക്തമായി നിൽക്കുന്ന സമയത്ത് പോലും നമ്മൾ എന്ത് ചെയ്യില്ല, ജംആക്കാൻ മടിയാണ് ആളുകൾക്ക്. യഥാർത്ഥത്തിൽ ഇത് റുഖ്സയാണ്, അതെല്ലാവർക്കും അള്ളാഹു അനുവദിച്ച് തന്നതാണ്. 2 നിസ്കാരങ്ങൾ അത് ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യാം, ജംഅ ചെയ്യാന്നുള്ളത്. ഇവിടെ ജംആക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലാണ് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരാൾ. അങ്ങനെയെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടുന്ന ഏറ്റവും നല്ല കാര്യം ഈ പമ്പേഴ്സ് പോലെയുള്ള സാധനങ്ങൾ, തുണി പോലെയുള്ള സാധനങ്ങൾ കെട്ടിയിട്ട് കിടക്കുന്ന രോഗി ആ വഖ്തിൻ്റെ സമയത്ത് അതൊന്ന് അഴിച്ച് വൃത്തിയാക്കി നിസ്കാരം കഴിയുക, 2 നിസ്കാരം കൂടിയിട്ട് നമസ്കരിക്കുക, വീണ്ടും കെട്ടുക. അതായിരിക്കും അവിടെ ഉചിതം. അതേ സമയത്ത് ഈ ട്യൂബിട്ട ആളുകൾക്ക് ഈ പറയുന്നത് ബാധകാവില്ല. അവർ അതെങ്ങനെയാണോ ഉള്ളത് അതുപോലെ നിസ്കരിക്കുക, അതും ഇതുപോലെ ജമ്മാക്കലായിരിക്കും അവർക്കും നല്ലത്.